സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ കനക്കുകയാണ്. എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 12 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ മഴ സാഹചര്യം വിലയിരുത്താൻ ഓൺലൈനായി യോഗം വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. രാവിലെ 10 മണിക്കാണ് യോഗം ചേരുക. ജില്ലാ കളക്ടർമാരും ആഭ്യന്തര റവന്യൂ മന്ത്രിമാരും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കും. എസ് ശാലിനിയുണ്ട് തലസ്ഥാനത്ത് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ശാലിനി, മഴ തുടങ്ങി, മരണങ്ങളുണ്ടായി, ഇപ്പോഴിതാ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഇക്കാര്യത്തിൽ, അല്ലേ ശാലിനി? തീർച്ചയായും പ്രജിത്ത്, അങ്ങനെ തന്നെയാണ്. ഒരു വിമർശനം ഉയരുകയാണ്. കാരണം മുഖ്യമന്ത്രി ഈ ദുരിതം ഉണ്ടാകുന്ന സമയത്ത് വിരുന്നുകൂടി നടന്നു എന്നൊരു വിമർശനം ഒരു ഭാഗത്ത് ഉയരുകയാണ്. അതേസമയം തന്നെ പ്രളയക്കെടുതിക്ക് സമാനമായ ദുരന്തങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടും ഇതുവരെയും കൃത്യമായൊരു യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നിരുന്നു. ജില്ലാ കളക്ടർമാരടക്കമുള്ളവരുടെ യോഗമാണ് ഇപ്പോൾ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ വിളിച്ചിട്ടുള്ളത്. അതും ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. ഓൺലൈനായി യോഗം ചേർന്ന് ഓരോ ജില്ലയുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, വിവിധ ജില്ലകളിൽ ശക്തമായി മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ജില്ലാ കളക്ടർമാരും ഒപ്പം തന്നെ ആഭ്യന്തര റവന്യൂ മന്ത്രിമാരും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ജില്ലകളിലെ മഴക്കെടുതി, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം, മുൻകരുതൽ നടപടികൾ, രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം എന്നിവ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അജണ്ടയായി പറയുന്നത്. നമുക്ക് അതേസമയം തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം 3-4 ദിവസമായി സംസ്ഥാനം ഒരു പ്രളയത്തിൽ മുങ്ങി നിൽക്കുന്നൊരു സാഹചര്യമാണ്. പല ജില്ലകളിലും വെള്ളം കയറി വീടുകൾ നശിക്കുന്നു, ഒപ്പം തന്നെ ഉരുൾപൊട്ടലുണ്ടായി. ഇവിടെ ഒന്നും കൃത്യമായി മുഖ്യമന്ത്രി സന്ദർശിക്കാനോ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എടുക്കാനോ അതിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും തന്നെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ല എന്നുള്ളൊരു വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രശ്ന പരിഹാരം എന്നോണം മുഖ്യമന്ത്രി ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ചിട്ടുള്ളത്. യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ സർക്കാർ തലത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഈ മഴക്കെടുതി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനവും അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അലേർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പ്രളയ സാഹചര്യം, ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ മിന്നൽ പ്രളയമടക്കം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള വീഴ്ചകൾ അക്കമിട്ട് പുറത്തേക്ക് വരുന്നത്. അതായത് കഴിഞ്ഞ മാസം 31-ാം തീയതി തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7 പേജുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തിന് നൽകിയത്. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവരും ജാഗ്രതാ മുന്നറിയിപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ സർക്കാർ കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഈ പല ജില്ലകളിലും ആഘാതമുണ്ടാക്കാനും മരണസംഖ്യ ഉയരാനും കാരണമായിട്ടുള്ളത് എന്നുള്ളൊരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതായത് പ്രധാനമായും ഓറഞ്ച് ബുക്ക് സംസ്ഥാനത്തിന് ലഭ്യമായിരുന്നു. ആ ഓറഞ്ച് ബുക്ക് പരിശോധിച്ച് എവിടെയൊക്കെയാണ് പ്രളയക്കെടുതി ഉണ്ടാകാനുള്ള സാഹചര്യമുള്ളത്, വെള്ളം കയറാൻ സാഹചര്യമുണ്ടത് എവിടെയൊക്കെയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഈ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനോ അവിടെ നിന്ന് മറ്റ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും തന്നെ സർക്കാർ ശ്രമം നടത്തിയില്ല എന്നൊരു വിമർശനം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കണ്ണിൽ പൊടിയിടാൻ, ഒപ്പം തന്നെ മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായിട്ടൊക്കെ നൽകിയിട്ടുള്ള വിവരങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും അത് പാലിക്കണമെന്ന് സംസ്ഥാനത്തിനെ അറിയിക്കുകയും ചെയ്യുമ്പോഴും കേരളത്തിൽ അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴിതാ എല്ലാ പ്രശ്നങ്ങൾക്കും ശേഷം, ആദ്യഘട്ടത്തിലുണ്ടായിട്ടുള്ള അപകടങ്ങൾക്കും മരണങ്ങൾക്കും ഒക്കെ ശേഷം മുഖ്യമന്ത്രി ഒരു അവലോകന യോഗം വിളിച്ചിട്ടുണ്ട്. ഇത്ര വൈകി ഈ യോഗം വിളിക്കുന്നത് സംബന്ധിച്ചും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്.